കാരണം മതല്ലേ, എല്ലാവരും ഭയങ്കര മതസ്നേഹികളാക്കാരം. ഹായ്, എന്താ പാട്, സുഖല്ലേ? അറിഞ്ഞില്ലേ നിങ്ങളെ? അൻസിബാനെ ആരൊക്കെ തീവ്രവാദി എന്ന് വിളിച്ചുകൊടുത്തരെ, ഓള് മതം മാറ്റിയാത്തരെ, പിന്നെ എന്താ പറയുക, ഇസ്ലാമിലേക്ക് ആളെങ്ങനെ കൂട്ടിക്കൊണ്ടുകയാണെന്ന്. ഈ ന്യൂസ് ഇപ്പോൾ ആദ്യമൊക്കെ ജനം ടി വിയിൽ മാത്രമേ വന്നിരുന്നു, ഇപ്പൊ സകല ചാനലിലും ഉണ്ട്. എനിക്കിത് കേട്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് എന്താ അറിയോ, ഇബിലീസ് പറയാണ് പള്ളിക്ക് പോകുന്നത്. ആരെങ്കിലും വിശ്വസിക്കോ? അതേമാതിരിയാണ് ഇപ്പോൾ ഈ ഒരു കാര്യം. കാരണം 5 വക്ത് നിസ്കാരവും നോമ്പും തലയിലൊരു മുടി പോലും പുറത്ത് കാണാണ്ട് പർദ്ദയൊക്കെ ഇട്ട് അത്ര ഈമാനായിട്ട് നടക്കുന്ന ഒരു കുട്ടിയാണ് അൻസിബ. ഇപ്പോഴും അൻസിബ ഇസ്ലാമിൽ ഉണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് പലർക്കും അറിയില്ല. പേരുകൊണ്ട് ഓളൊരു മുസ്ലിം ആയിരിക്കാം, എങ്കിലും ഇത് മുസ്ലിം തന്നെയാണോ അല്ലേ എന്നുള്ളതിന് യാതൊരു തെളിവും ഓൾക്കല്ലാതെ വേറെ ആർക്കും അറിയാത്തൊരു കാലഘട്ടത്തിലാണ് ഇപ്പൊ ജീവിക്കുന്നത്. 2026 എന്നിട്ട് ഓളെ തീവ്രവാദി എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഓള് എന്താ പറയാ രാജ്യം വെച്ചിട്ട് പുറത്ത് പോയിക്കണു. എന്താണ് ന്യൂസ് എന്നല്ലേ, ന്യൂസൊക്കെ നിങ്ങൾ ഒരുവിധം കേട്ടിട്ടുണ്ടാവും. എന്നാലും ഇപ്പോ നമ്മളെ വകയൊന്ന് കേൾക്കണല്ലോ, ഇത് കേട്ടോ. നേതാക്കളുടെ സംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവിൽ നിന്ന് രാജിവെക്കാൻ കാരണം നടൻ ടിനി ടോം ആണെന്ന നടി അൻസിബ ഹസൻ. തന്നെ മത തീവ്രവാദിയാക്കാൻ ടിനി ടോം നിരന്തരം ശ്രമം നടത്തുന്നുവെന്നും ആക്ഷേപമുണ്ട്. തനിക്കെതിരെ അപവാദ കഥകൾ പറയുകയാണെന്നും അമ്മയിലെ ഒരംഗം തനിക്കെതിരെ പോലീസിൽ വ്യാജ പരാതി നൽകിയെന്നും അൻസിബ ആരോപിച്ചു. കേട്ടില്ലേ, ഇതാണ് അവസ്ഥ. എന്ത് മതം മാറ്റാന് അൻസിബ ഏതൊക്കെ ഡ്രൈവറെ, പിന്നെ ഡ്രൈവറുടെ മാനേജറെ ആരൊക്കെ മതം മാറ്റാൻ ഭയങ്കരമായിട്ട് ശ്രമിച്ചു എന്ന്. ഓളെന്നെ ചെങ്ങായിമാരെ ആ മതത്തിൽ നേരങ്ങത്തിൽ നിൽക്കണില്ല. പിന്നെ എവിടുന്ന് മതം മാറ്റുന്ന വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടത്. ആദ്യമൊക്കെ അമ്പലത്തിലും പള്ളിയിലൊക്കെ ഇരുന്ന് ഇജാതി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പോ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിലും വന്നു എന്ന്. ഈ ടിനി ടോം എന്ന് പറഞ്ഞ മഹാനടൻ ഉണ്ടല്ലോ, യാതൊരു കഴിവില്ലെങ്കിലും ഇതിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. അതെങ്ങനെയെന്നൊരു പിടുത്തമല്ല. പണ്ടുള്ള ആളുകൾ പറഞ്ഞിരുന്നു, സാരല്ല കഴിവില്ലാത്തവരെ ജനങ്ങൾ അംഗീകരിക്കൂലെന്ന്. പക്ഷെ ഈ ടിനി ടോം എങ്ങനെയാ നിൽക്കണമെന്ന് എനിക്കൊരു പിടുത്തമല്ല. എന്നിട്ട് ഇപ്പൊ ടിനി ടോമിന് പറയാനുള്ളത് എന്താ അറിയോ, ടിനി ടോമിന്റെ വളർച്ചയിൽ ആരൊക്കെ അസൂയപ്പെടുന്നുണ്ട്, അതിന്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കള്ളക്കേസ് എന്ന്. അതാണ് ആകെ മനുഷ്യനിക്ക് സഹിച്ചാത്തത്. എങ്ങനെ ടിനി ടോമിന്റെ വളർച്ചയിൽ അസൂയ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എന്താല്ലേ. പിന്നെ ഇപ്പൊ എതിർകക്ഷി എന്ന് പറയുന്നത് അൻസിബയാണ്. അൻസിബയുടെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മക്കറിയില്ലേ, ഈ ദൃശ്യം നിന്ന അതും കഴിഞ്ഞു. ഈ ദൃശ്യത്തിലല്ലാതെ വേറെ ഏതെങ്കിലും പടത്തിൽ ഇവിടെ ഉണ്ടോ? എനിക്കൊരു പിടുത്തമല്ല. അതായത് മോഹൻലാലിന്റെ കുട്ടിയായിട്ട് അഭിനയിച്ചതാ. ഇപ്പൊ ഓളങ്ങനെ വളർന്ന് മോഹൻലാലിനേക്കാ പ്രായമായിക്കണു. ഇവളാണെങ്കിലോ ഇപ്പോഴും മോഹൻലാലിന്റെ മോളെന്ന് പറഞ്ഞിട്ട് ആ ഒരു സിനിമക്ക് വേണ്ടി ഇങ്ങനെ കാത്തിക്കുക. ഇതിപ്പോ ദൃശ്യം 3 ഇറങ്ങി, ഇനി 4ഉം 5ഉം ഒക്കെ ഉണ്ടാവോ? അത് ഇല്ലാന്നാ തോന്നുന്നു. അതുകൊണ്ടാ തോന്നുന്നു ഓളന്നെ ഇത് രാജിവെച്ച് പോയത്. എന്തായാലും പറഞ്ഞിപ്പോ അവിടെ എത്തി. ഇസ്ലാമും തീവ്രവാദിയും മതപരിവർത്തനമൊക്കെ ഇവിടെ എത്തി. അവിടെ തന്നെ ഉള്ളു ബാക്കി ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ എത്തി. എന്തായാലും ഓൾക്ക് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാല്ലേ, ഇതാ കേട്ടോ. എന്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ സെക്രട്ടറി എന്റെ അടുത്ത് അപ്പൊ പറഞ്ഞു, എന്നാ പിന്നെ അൻസിബ ഇതും കൂടി നോട്ട് ഇട്ടേക്കും, ഇത് കാരണമാണ് രാജിവെക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് വയ്യ ചേച്ചി, അവിടുന്ന് കിട്ടിയ ട്രോമ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഇപ്പോഴേ. ഇനി ഇതിന്റെ മേലെ ഞാൻ ഇതും പറഞ്ഞിട്ട് പ്രതികാരം ചെയ്യാൻ വീണ്ടും നടക്കുകയാണ്. ഇപ്പൊ ഞാൻ ഈ പറയുന്നതിന് പോലും ടിനി ടോമിന്റെ ഒരു സംഘം ഉണ്ട് കൂടെ. പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇനിയും പലതും അടിച്ചേർക്കും. എനിക്ക് വയ്യത് താങ്ങുന്നതിനൊരു പരിധിയുണ്ട്. ഞാൻ എന്റെ ഫാമിലി റൺ ചെയ്യുന്ന എന്റെ വീട്ടിലെ ബ്രെഡ് വിന്നറാണ് ഞാൻ. എനിക്ക് ഇതിന്റെ പുറകെ നടക്കാൻ സമയവും ഇല്ല. എനിക്ക് വയ്യ. ഇനി ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ 3-4 വർഷം ഞാൻ അമ്മയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് അവിടെയുള്ള എല്ലാ മെമ്പേഴ്സിനും അറിയാം. 3-4 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 3-4 കൊല്ലത്തിന്റെ ഇടയ്ക്ക് തന്നെയല്ലേ ഇപ്പൊ ഈ ദൃശ്യം 3 ഇറങ്ങിയതും. പക്ഷെ കാര്യങ്ങളുടെ കടപ്പ് അങ്ങനെയല്ല കേട്ടോ. ഇനിയിപ്പോ എത്ര വലിയ ഒരു സിനിമയിൽ അഭിനയിച്ച നടിയാണെങ്കിൽ കൂടി ആ നടി മാത്രല്ല ഈ വിഷയം പറയുന്നത്. വേറെയും ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിക്കണു. വേറെ ആരൊക്കെ വന്നിക്കണെന്ന് കേൾക്കണ്ടേ? ഇത് മൂട്ടാൻ പണിയാകും ടിനി ടോമിയാനൊക്കെ. എന്തായാലും ഇതൊന്ന് കേട്ടോ. ടിനി ടോം തന്നെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിച്ചെന്നും സംഘടനയ്ക്ക് നൽകിയ പരാതിയിൽ നീന കുറുപ്പ് പറയുന്നു. തനിക്ക് മാത്രമല്ല മറ്റംഗങ്ങൾക്കും ടിനി ടോമിന്റെ ക്രൂരത ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും നീന കുറുപ്പ് പരാതിയിൽ പറയുന്നു. അമ്മ നേതൃത്വത്തിനെതിരെ ചലച്ചിത്ര പ്രവർത്തകയായ ഭാഗ്യലക്ഷ്മിയും നടി മാല പാർവതിയും രംഗത്തെത്തി. അവിടുത്തെ ഒരു ജോലിയിൽ നിന്ന് സ്റ്റാഫ് പരാതി പറഞ്ഞു. അത് ഗൗരവമായ കാര്യങ്ങളാണ് പറഞ്ഞത് ഉണ്ണി ശോഭാനെതിരെയും. അപ്പൊ ആ സമയത്തും കുക്കു ആ പെൺകുട്ടിയെ അല്ല സപ്പോർട്ട് ചെയ്തത്, ഉണ്ണി ശോഭാനെ സപ്പോർട്ട് ചെയ്തു എന്ന് കേൾക്കുന്നത്, അൻസിബ പറയുന്നത് കേൾക്കുന്നത്, അല്ലെങ്കിൽ നീന ഗ്രൂപ്പിന്റെ പരാതി. അവരൊക്കെ ഉത്തരവാദിത്തപ്പെട്ട മെമ്പേഴ്സ് ആണ്. അപ്പൊ അവരുടെയൊക്കെ പരാതി നമുക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്നു, വലിയ ദുഃഖം ഉണ്ടാക്കുന്നു. എങ്ങനെയുണ്ട് സാറായില്ലേ? അതങ്ങനെ തന്നെ. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ സറപറേനെ വന്നോണ്ടിരുന്നോളും.
എന്നിട്ട് ഇതിന് ഉത്തരം പറഞ്ഞതാണ് ഏറ്റവും വലിയ കോമഡി. എന്റെ വളർച്ചയിൽ ഭയങ്കര അസൂയുണ്ട്, ഭയങ്കര ഗൂഢാലോചന ഉണ്ട് എന്നൊക്കെയാണ് ഇപ്പൊ ടിനി ടോം പറയുന്നത്. എന്തൊക്കെയായിരുന്നു ഒരു കാലത്ത് മമ്മൂട്ടിയുടെ പിന്നാലെ മാറിയുന്നില്ല ആള്. ഇപ്പൊ എന്തായാലും ഏറെക്കുറെ തീരുമാനമായില്ലേ. പക്ഷെ അൻസിബാക്കെതിരെയുണ്ട് കേട്ടോ ആളുകൾ രംഗത്ത്. ആരാ അറിയോ? നമ്മുടെ പിറക്കാതെ പോയൊരു MLA കണ്ടോക്കാം. ഇനി അൻസിബെ പറ്റി ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്ത ദിവസം ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു കമ്മിറ്റി മെമ്പർ, ആ കമ്മിറ്റി മെമ്പറും മറ്റൊരു മെമ്പർ, അതായത് ഇപ്പൊ പുതിയതായിട്ട് ഞങ്ങളുടെ പിന്നെ ഭരണസമിതിയിലേക്ക് വന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ചേർന്ന് വേറൊരു കമ്മിറ്റിയിൽ ഇല്ലാത്ത മറ്റൊരു ഞങ്ങളുടെ പിന്നെ ഒരു അംഗത്തിന്റെ അടുത്ത് ഈ കുട്ടിയെ പറ്റി അവിഹിത കഥകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഡേ 1, അതായത് ഫസ്റ്റ് ഈസി അൻസിബ ഹസൻ സ്തംഭിപ്പിച്ചിട്ടുണ്ട് അവിടെ. അൻസിബ ഹസൻ ഇത് സ്തംഭിപ്പിക്കുന്നത് ഈ കുട്ടിയെ പറ്റിയിട്ട് വേറൊരാളോട് ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ള 2 പേര് അവിഹിത കഥകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പൊ അൻസിബ ഇത് വളരെ യൂഷ്വൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ അവിഹിതം എന്ന് പറയുന്ന ഒരു വാക്ക്. ഉപതിയിൽ പറഞ്ഞു മനസ്സിലായി എനിക്ക്. അൻസിബ പറയുന്നത് വിശ്വസിക്കണ്ട. കാരണം ഇതിനു മുമ്പും വന്ന അന്ന് തന്നെ ഒരു ദിവസം പറഞ്ഞു ഇത്ര എന്ത് ആരോടോ അവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോ അതെന്താന്ന് ചോദിച്ചു പറഞ്ഞത്ര എന്നെ കുറിച്ചിട്ട് ഇങ്ങനെ അവിഹിതം പറഞ്ഞുണ്ടാക്കുന്നുണ്ട്, ഞാൻ എന്റെ ചെവിയിൽ എത്തി എന്നുള്ളത്. അങ്ങനെ അത് മീറ്റിംഗിൽ പിറ്റത്തെ മീറ്റിംഗ് നടന്ന സമയത്ത് ഇത് മറ്റൊരു ചർച്ചയായി. ആ ചർച്ചയുടെ സമയത്ത് ഇത് ചോദ്യം ചെയ്തപ്പോ അവര് പറഞ്ഞത്ര ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല എന്നുള്ളത്. അപ്പൊ അന്ന് തന്നെ അൻസിബ പറഞ്ഞത് കള്ളമാണ് എന്നുള്ളത് ആ മീറ്റിംഗിലുള്ളവർക്ക് ബോധ്യപ്പെട്ടു എന്നാണ് പിറക്കാതെ പോയ MLA പറയുന്നത്. ഇതിന്റെ സത്യം എന്താ നുണ എന്താ എന്നൊന്നും അറിയില്ല. അപ്പൊ പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഏതൊരു വിഷയത്തിലാണെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ അതിന് എസ്കേപ്പ് ആകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാർഗം എന്താ അറിയോ? ഇതാണ്. മതം കൂട്ടിച്ചേർക്കല്. അതാവുമ്പോ ആള് കൂടും പിന്നാലെ. എന്നാലും എന്റെ അൻസിബ എനിക്ക് സങ്കടം അതല്ല. ആദ്യം ഇസ്ലാമിലുണ്ട് എന്നുള്ളതൊന്നും പോലെ ബോധിപ്പിക്കുക. എന്നിട്ടല്ലേ ഇസ്ലാമിക്ക് ആളെ കൊണ്ടുവരുന്ന കാര്യം അതൊക്കെ നമുക്ക് പിന്നെ തെളിയിപ്പിച്ച. ആദ്യം എന്റെ കാര്യം ഒന്ന് ഓലെ പറഞ്ഞ് മനസ്സിലാക്കുക. അവസ്ഥ എന്താണ്, യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം, യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇസ്ലാമിൽ നിൽക്കേണ്ടത് എന്നുള്ളത്. എന്തൊക്കെയാ ഇവിടെ നടക്കണല്ലേ? ഞാൻ പോവുക. വെജ്ജ ഇതിൽ കൂടുതൽ വരാൻ വെജ്ജ. ശരി എന്നാ.